വെനസ്വേലയെ ദുരന്തഭൂമിയാക്കിയ ഇരട്ട ഭൂചലനത്തിൽ മരണം 900 കടന്നു. 3000-ലധികം പേർക്ക് പരിക്കേറ്റു. 50,000-ലേറെ പേരെ കാണാനില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അനുരഞ്ജന കൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. അനുരഞ്ജന, എന്തായാലും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തേക്ക് വരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. 1000-ഓളം പേരെ പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരം ലഭിച്ചപ്പോൾ തന്നെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും 900-ലേക്ക് എന്നൊരു മരണസംഖ്യ കടക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കാർത്തു, വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കി മാറ്റിയ ഇരട്ട ഭൂകമ്പത്തിൽ മരണസംഖ്യ കുത്തനെ ഉയരുന്നു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 900-ലധികം പേരുടെ ജീവൻ പൊലിഞ്ഞു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. 3000-ലധികം പേർക്ക് ദുരന്തത്തിൽ അപകടം പറ്റിയിട്ടുണ്ട്. 50,000-ലധികം പേരെ കാണാനില്ല എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം തകൃതിയായി തന്നെ വെനസ്വേലയിൽ നടക്കുന്നുണ്ട്. കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും കാണാതായവരെയും ഒക്കെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനത്തിൽ തടസ്സങ്ങളും നിലവിലുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേരാണ് ജീവനോട് മല്ലിട്ട് കുടുങ്ങിക്കിടക്കുന്നത്. മനുഷ്യനായും മൃഗങ്ങളായും ഒക്കെയുള്ളവർ ജീവന് വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ അവരെ പുറത്തെടുക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് വളരെ സങ്കടകരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരും എന്നുള്ള ഒരു നിഗമനമാണ് വിദഗ്ധർ നൽകുന്നത്. തലസ്ഥാനമായ കാരക്കസിൻ്റെ വടക്കുഭാഗത്തെ തീരമേഖലയായ ലാഗേറയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഈ ഭൂകമ്പത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മിനിറ്റുകളുടെ ഇടവേളയിൽ 7.2ഉം 7.5ഉം തീവ്രത രേഖപ്പെടുത്തിയ വലിയ ഭൂകമ്പമാണ് വെനസ്വേലയെ ഇങ്ങനെയൊരു ദുരന്ത ഭൂമിയാക്കി മാറ്റിയത്. ഇങ്ങനെ മിനിറ്റുകളുടെ ഇടവേളകളുടെ വ്യത്യാസത്തിൽ ഇത്രയും വലിയ തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ആദ്യമായാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 1900-ന് ശേഷം രാജ്യം കാണുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമാണ്, ഒരു ഭൂകമ്പമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വെനസ്വേല സാക്ഷ്യം വഹിച്ചത്. പ്രവർത്തനത്തിനായി ഇന്ത്യ അടക്കമുള്ള 17 രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തന സംഘം വെനസ്വേലയിലേക്ക് എത്തിയതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ തകർന്ന വെനസ്വേലയ്ക്ക് സഹായവുമായി ഇന്ത്യയും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. വലിയ സഹായ വാഗ്ദാനങ്ങളാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. വാഗ്ദാനങ്ങൾ മാത്രമല്ല, ഫിൽഡ ഹോസ്പിറ്റലുകളും മരുന്നുകളുമായി കാരക്കസിലേക്ക് ഇതിനോടകം തന്നെ വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സ്പാനിഷിൽ സൗഹൃദം എന്നർത്ഥം വരുന്ന അമിസ്റ്റഡ് എന്ന പേരിലാണ് വെനസ്വേലയ്ക്ക് ഇന്ത്യ നൽകുന്ന സഹായത്തിന് പേര് നൽകിയിരിക്കുന്നത്. വ്യോമസേനയുടെ 2 വിമാനങ്ങളിലായി 60 ഫീൽഡ് ഹോസ്പിറ്റലുകളാണ് കാരക്കസിലേക്ക് നിലവിൽ അയച്ചിട്ടുള്ളത്. 6 ടൺ മരുന്നുകളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 41 അംഗ മെഡിക്കൽ സംഘവും ഈ 2 വിമാനങ്ങളിലായി കാരക്കസിലേക്ക് ഇന്ത്യ അയച്ചിട്ടുണ്ട്. ജൂൺ 24-ന് പ്രാദേശിക സമയം വൈകിട്ട് 6 മണിയോടെയാണ് റിക്ടർ സ്കെയിലിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ വലിയ ഭൂകമ്പം വെനസ്വേലയിൽ ഉണ്ടായത്. അതിന് പിന്നാലെ 39 സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അടുത്ത 7.5 തീവ്രത രേഖപ്പെടുത്തിയ അടുത്ത ഭൂകമ്പത്തിന് വെനസ്വേല സാക്ഷിയാകുന്നത്. രണ്ടാമത്തെ ഭൂകമ്പം ആദ്യമുണ്ടായ ഭൂകമ്പത്തിനേക്കാൾ 3 ഇരട്ടി തീവ്രതയോടുകൂടിയാണ് വന്നത്. ഇത്ര വലിയ ഭൂചലനങ്ങൾ ഈ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഉണ്ടാകുന്നത് തന്നെ ഇതാദ്യമാണ്. ബ്രസീൽ, കാനഡ, മെക്സിക്കോ, കൊളംബിയ, ക്യൂബ തുടങ്ങിയ അമേരിക്കൻ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ദുരന്ത ഭൂമിയിലേക്ക് ഇതിനോടകം തന്നെ രക്ഷാപ്രവർത്തനങ്ങളും എല്ലാവിധ സഹായങ്ങളും ഒക്കെ തന്നെ എത്തിക്കുന്നുണ്ട്. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഭരണകൂടം വെനസ്വേലയ്ക്ക് നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക സാമ്പത്തിക ഉപരോധങ്ങളിൽ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരിതബാധിതർക്ക് ആവശ്യമായ മരുന്നുകൾ, അടിയന്തര രക്ഷാപ്രവർത്തന സാമഗ്രികൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിവ തടസ്സമില്ലാതെ എത്തിക്കുന്നതിനാണ് US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് നിലവിലെ പ്രത്യേക ഇളവ് അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ സൈന്യവും സന്നദ്ധ സംഘടനകളും രാജ്യത്ത് റെഡ് സോൺ
റെഡ് ക്രോസും സംയുക്തമായ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് വെനിസ്വേലയിൽ നടത്തുന്നത്. വെനിസ്വേലയ്ക്ക് പിന്നാലെ ഇന്നലെ ഫിലിപ്പീൻസിലും 6.6 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും നിലവിൽ കാര്യമായി തന്നെ ഉള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് വെനിസ്വേലയിൽ നടത്തുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമോ എന്നുള്ളതൊക്കെ തന്നെ വരും മണിക്കൂറുകളിലായുള്ള റിപ്പോർട്ടുകളിലൂടെ അറിയാൻ സാധിക്കും. കാർത്തു. ശരി, വ്യക്തമാണ്. അനുരഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത്.